മഴ തുടങ്ങിയ കോട്ടയം പുതുപ്പള്ളിക്കാരുടെ ഒരു പ്രത്യേകതരം ഹോബിയാണ് കേട്ടോ ഈ മീൻ പിടിക്കുക എന്നുള്ളത്. വല വീശുക, മീൻ പിടിക്കുക. ഇവിടെ ആൾക്കാരുടെ ബഹളമാണ് കേട്ടോ. വല വീശുന്ന ആളുകളും അതുപോലെ തന്നെ കാഴ്ചക്കാർ ഇതുകൊണ്ടോ വലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. അതുപോലെ തന്നെ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്ന നാട്ടുകാരും അതുപോലെ തന്നെ മീൻ മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു ബഹളമാണ് കേട്ടോ ഇവിടെ. ഒരു സൈഡിൽ ഇവിടുന്ന് പിടിച്ച മീൻ വിൽപ്പന നടത്തുന്നതും കാണാം കേട്ടോ. ഓരോ തവണ വല വീശുമ്പോഴും അതിനകത്ത് മിനിമം ഒരു 5-6 മീനെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ വല വീശുന്നത് കാണാനും മീൻ പിടിക്കുന്നതും ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് നാട്ടുകാരും അതുപോലെ തന്നെ കാഴ്ചക്കാരും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ സൂക്ഷിച്ച് നിൽക്കണം. നല്ല ഒഴുക്കുള്ള ഒരു തോടാണ് കേട്ടോ. വീണ് കഴിഞ്ഞാൽ ഒഴുകിയങ്ങ് പോകും. ഒരാൾ വല വീശിയിട്ട് മാറാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കേട്ടോ, അടുത്ത ആൾ വല വീശാൻ വേണ്ടി. അതുപോലെ ഇവിടെ വല വീശുന്ന ആൾക്കാർ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വല വീശിയിട്ട് അത് നിവർക്കുന്ന ആൾക്കാരും വലയ്ക്കകത്തുനിന്ന് മീനെ എടുക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വലിയ മീൻ കിട്ടുന്ന ആൾക്കാർ എടുക്കലോട്ട് ഓടിക്കൂടുന്ന ജനങ്ങളെയൊക്കെ നമുക്കിവിടെ ഒരു കൗതുകപരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരാൾ വല വീശിയിട്ട് മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വല വീശുന്ന ആളെയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. കേസ് നല്ല രസമാണ് കേട്ടോ കാഴ്ച. ഈ തോടിൻ്റെ ഒരറ്റം മുതൽ പുതുപ്പള്ളിപ്പള്ളിയുടെ വാതിൽ വരെ ഇങ്ങനെ നീണ്ടൊരു നിരയാണ് കേട്ടോ. മീൻപിടുത്തക്കാരുടെ നീണ്ട നിര. അത് കാണുമ്പോൾ തന്നെ രസമാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. കാരണം ഇത് എന്ത് മീനാണ് അടുത്ത് കയറുന്നത്, വലിയ മീൻ കയറുമോ അതോ ചെറിയ മീനാണോ എന്നൊക്കെ ഉള്ളൊരു കൗതുകത്തോടുള്ളൊരു കാത്തിരിപ്പും ഇവിടുത്തെ ഈ കാഴ്ചക്കാർക്കുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു രസമാണ്. കണ്ടത്തിലൊക്കെ ഇറങ്ങി നിന്ന് ആൾക്കാർ മീൻ പിടിക്കുന്നതും കാണാം.